നമസ്കാരം, ഞാൻ ജോയ്സ് മേലാട്ടാണ്. എൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർ അത് കാണണം. ഇപ്പം ഞാൻ അന്ന് പറഞ്ഞ പോലെ, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ, ഇപ്പം ഞാൻ പറയാൻ പോകുന്ന പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന വർക്കിനെ കുറിച്ചാണ്. അത് സീരിയലിൻ്റെ ആദ്യം പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിൽ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റുഡിയോയിൽ, അതായത് ഷൂട്ട് ചെയ്തതിൻ്റെ ഡെഡ് ബോഡി എന്ന് പറയും. അതായത് ഷോട്ടുകൾ റഷസായിട്ട് 5 ഷോട്ടുകൾ സഹിതം എഡിറ്ററുടെ അടുത്ത് വരുന്നു. ആ എഡിറ്ററുടെ അടുത്ത് വരുന്ന ഷോട്ടുകൾ നമ്മൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഓരോ ഷോട്ടും പറഞ്ഞ് ഓക്കെ ഷോട്ടുകൾ കട്ട് ചെയ്യണമായിരുന്നു ഒരു വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് അതിൻ്റെ കൗണ്ടുണ്ട്. ക്യൂ ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ഓക്കെ ഷോട്ട്സ് മാത്രം കിട്ടും, ഓക്കെ ടേക്സ് മാത്രം കിട്ടും. അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് റഫ് കട്ടല്ല, ഫൈനൽ കട്ടായിട്ട് അത് ഡബ് ചെയ്യാൻ തരുള്ളൂ. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് പിന്നെ മിക്സ് ചെയ്യുമ്പോൾ മാറ്റണം, അത് അല്ലെങ്കിൽ സിങ്ക് ചെയ്യുമ്പോൾ മാറ്റണം. അപ്പം അത് എഡിറ്റ് ചെയ്ത് എഡിറ്റർ അതിൻ്റെ ഒരു റഫ് കോപ്പി തരും. റഫ് കോപ്പി നമ്മൾ മ്യൂസിക്കിന് അയച്ചു കൊടുക്കും. ഇത് മ്യൂസിക് ചെയ്യുന്ന മ്യൂസിക് ഡയറക്ടർ വേറെയാണ്. നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഹാർഡ് ഡിസ്കും കൊണ്ട് നമ്മൾ വേറെ ഇടത്ത് കൊണ്ടുപോയി മ്യൂസിക് ഡയറക്ടറെ കൊടുത്ത് അത് ഡബ് ചെയ്ത കോപ്പിയെ കൊടുക്കാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. അത് അവിടുന്ന് സ്റ്റുഡിയോയിൽ തന്നെ അന്നേരം അയച്ചു കൊടുക്കുകയാണ്. പിന്നെ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറുകൾ, ബസ് പോകുന്ന പ്രകൃതിയുടെ ഇങ്ങനെയൊക്കെയുള്ള എഫക്റ്റുകളില്ലേ, അതിലടയുന്ന, അതാണ് എഫക്റ്റ് എന്ന് പറയുന്നത്. ആ സംഭവങ്ങൾ ചെയ്യുന്ന ആൾക്ക് നമ്മൾ അയച്ചു കൊടുക്കും. ഇവർക്ക് 2 പേർക്ക് അയച്ചു കൊടുത്ത് അവരത് ചെയ്ത് നമുക്ക് തരും. പിന്നെ ഗ്രാഫിക്സ് കാണും. ഇപ്പോൾ പാമ്പുകൾ പോകുന്ന ഷോട്ടുകളോ, ഇപ്പം വണ്ടി കൊക്കയിലേക്ക് മറിയുന്നതൊക്കെ CG ഒക്കെ ചെയ്യുന്ന ഗ്രാഫിക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അങ്ങനെയുള്ള ഷോട്ടുകളുടെ ആ ഷോട്ട് മാത്രം കട്ട് ചെയ്ത് നമ്മൾ ഇച്ചിരി ഡ്യൂറേഷൻ ക്യൂ ആയിട്ടും ഇച്ചിരി ഫോർവേഡായിട്ടും ചെയ്ത് അത് കൊടുക്കും. അവരതും ചെയ്തയച്ച് തരും. അങ്ങനെ ഉണ്ടായില്ല. പിന്നെ ടൈറ്റിൽ ഒരു സീരിയൽ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ തുടങ്ങുന്ന ടൈറ്റിലായിരിക്കും കുറേ കാലം പോകുന്നത്. അപ്പം അതിനകത്ത് എഡിറ്റർ പിന്നെ എഡിറ്റർ നമ്മൾ അത്യാവശ്യം ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടർ എഡിറ്റ് ചെയ്യാൻ എഡിറ്ററുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് മൊത്തം കട്ട് ചെയ്തതിന് വെച്ചാൽ ഫൈനൽ ഡയറക്ടർ വന്ന് കാണും. അത് അവർ ഡെഡ് ബോഡി തന്ന് അതിന് ശരിക്കും അതിന് മാംസമൊക്കെ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ് ചെയ്യുമ്പോഴാണ്. ആ സ്കെൽറ്റനിൽ എഡിറ്റ് ചെയ്യുകയാണ്. എഡിറ്റ് ചെയ്യുമ്പോൾ അതിന് മാംസമൊക്കെ വെച്ചു. പിന്നെ അതിന് ഡബ് ചെയ്യുമ്പം അതിൻ്റെ ഞരമ്പുകളൊക്കെ ആയി, പിന്നെ എഫക്റ്റ് അങ്ങനെ രക്തമായി, പിന്നെ അതിന് ജീവൻ വെക്കുന്ന ഈ മ്യൂസിക് ചെയ്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിന് ജീവൻ എന്നുള്ളൊരവസ്ഥയിലേക്ക് വരുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുന്ന ഒരവസ്ഥ പോലെ കൂട്ടിയാൽ മതി. അപ്പം നമ്മൾ ഒരു സീരിയലിൻ്റെ വർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ദിവസത്തിന്, അതായത് ഒരാഴ്ചയ്ക്ക് മുമ്പ് വർക്ക് കൊടുത്തിരിക്കണമെന്നുണ്ട്. അത് ഏഷ്യാനെറ്റിൽ ഞാനൊരു കുറേ കാലം സ്റ്റാഫായിട്ട് ജോലി ചെയ്താണ്. അവിടെ പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റ് എന്ന് പറയും അസിസ്റ്റൻറ്റ് ഡയറക്ടർക്ക്, അവിടെ പ്രൊഡ്യൂസർ എന്ന് പറയും അവിടുത്തെ ഡയറക്ടർക്ക്. അപ്പം ഞാനവിടെ പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച്, ഏഷ്യാനെറ്റിനെ സംബന്ധിച്ച് കഥയ്ക്കാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്, സ്ക്രിപ്റ്റിന്. മറ്റേ ഇപ്പോൾ കേരളത്തിലാണ് ചെമ്പരത്തിയൊക്കെ പോയത്. മറ്റേ തുളസിദാസ് സാറിൻ്റെ കൂടെ ചെയ്ത വർക്കും ഏഷ്യാനെറ്റിലാണ് പോയത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വർക്കുകൾ ഓരോരുത്തർക്കും ഓരോ ചാനലിന് ഓരോ കാറ്റഗറി ഉണ്ട്. അപ്പം മ്യൂസിക് ഡയറക്ടർ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച് ഡബ് ചെയ്യിക്കും. ഏറ്റവും സമയം പോകുന്ന വർക്കെന്ന് പറഞ്ഞാൽ ഡബ്ബിങ്ങാണ്. ഒരു സീരിയൽ ശരിക്കും പറഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ കണ്ടിന്യൂസ് ആയിട്ട് ആദ്യത്തെ എപ്പിസോഡുകൾ 10 എണ്ണമല്ല, കുറേ പോയി കഴിഞ്ഞാൽ ഏകദേശം 3 മണിക്കൂർ മതി എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ. അതിൻ്റെ പ്രോസസ്സിങ്, അതായത് മിക്സ് ചെയ്ത് വെച്ചാൽ ഔട്ടിറക്കി റെൻഡറിങ് കാര്യങ്ങൾ, കളറിങ് എല്ലാം കൂടെ കൂട്ടി ഒരു 6 മണിക്കൂർ കൊണ്ട് ഒരു എപ്പിസോഡ് എഡിറ്റർക്ക് അത് ഔട്ടിറക്കുക. അതിന് മുമ്പ് ഇവിടെ ഡബ് ചെയ്യാൻ ചിലപ്പം 12 മണിക്കൂറാകാം, 20 മണിക്കൂറാകാം. ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ കിട്ടാതെ വരാം. പിന്നെ അതിനകത്ത് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ മാത്രം വന്ന് ഡബ് ചെയ്യണമെന്നുള്ളൊരവസ്ഥ ഉണ്ട്. ചിലപ്പോൾ നായികമാരെ ഞാൻ തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു കളയും. അപ്പോൾ അവർ വരാൻ വേണ്ടിയുള്ള അവർക്ക് ഷൂട്ടായിരിക്കും. അങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്ത് ഡബ്ബിങ്ങിന്. പിന്നെ മ്യൂസിക് ആ സമയത്ത് തന്നെ നമ്മൾ പറയുന്ന സമയത്ത് ഏത് മ്യൂസിക് ഡയറക്ടറാണേലും നമുക്കത് ചെയ്തു തരും. അത് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയ ജിത്തു ആയിരുന്നു ചെമ്പരത്തിയുടെ മ്യൂസിക്കൊക്കെ ചെയ്തത്. പിന്നെ എഫക്റ്റ് ചെയ്തത് നമ്മുടെ ഷിബു ആയിരുന്നു. അങ്ങനെയൊക്കെ അവരാ സമയത്ത് കൃത്യം നമുക്ക് എഫക്റ്റുകൾ ചെയ്തു തരും. അത് നമുക്കത് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്താൽ മതി. അതിൻ്റെ ആ ഫസ്റ്റ് പോസ്റ്റിങ് സ്റ്റേജ് കറക്റ്റാണെങ്കിൽ അതെല്ലാം എൻഡ് വരെ കറക്റ്റായിരിക്കും. അത് ഫൈനൽ എഡിറ്റിൽ അത് എടുത്ത് പോസ്റ്റ് ചെയ്താൽ മതി. മ്യൂസിക് അതുപോലെ എടുത്ത് പോസ്റ്റ് ചെയ്താൽ, മ്യൂസിക് എന്ന് വെച്ചാൽ പാട്ടുകളല്ല, BGM. ഈ BGMകൾ തന്നെ മ്യൂസിക് ഡയറക്ടർ കേരളത്തിൽ 2-3 പേര് സ്വന്തമായിട്ട് മ്യൂസിക് ഡയറക്റ്റ് ചെയ്ത് കമ്പോസ് ചെയ്ത് തരുന്നുള്ളൂ. അത് ബാക്കി എല്ലാ മ്യൂസിക് ഏകദേശം
45ഓളം സീരിയലുകൾ എല്ലാ ചാനലിലും കൂടെ പോകുന്നുണ്ട്. സീരിയലുകളെല്ലാം ബേസ് ചെയ്തിരിക്കുന്ന തിരുവനന്തപുരത്തും സിനിമ കേന്ദ്രീകരിച്ചിരുന്ന കേരളത്തിലെ എറണാകുളത്തുമാണ്. പണ്ട് മദ്രാസിലൊക്കെ ആയിരുന്നു, അതൊക്കെ ഇങ്ങോട്ട് മാറി സിനിമകൾ. അപ്പം ഈ തിരുവനന്തപുരത്ത് ഒരു 45 സ്റ്റുഡിയോകളുമുണ്ട്. അപ്പം ഒരു സ്റ്റുഡിയോ 2 വർക്കൊക്കെ നടക്കുന്നുണ്ട്, 3 വർക്ക് നടക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഈ 45 സീരിയൽ ഒത്തിരി വേക്കൻസികളുമുണ്ട്. അപ്പം ഓരോ ചാനലിന് ചില തലേദിവസം കൊടുത്താൽ മതിയായിരിക്കും എപ്പിസോഡ്. അത് കൊടുത്തേച്ച് അവിടെ നിന്നുള്ള റിപ്ലൈ കിട്ടിയിട്ടേ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടറെ ഞങ്ങളെപ്പോലെ ചെയ്യുന്നവർക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. നമ്മളെ സംബന്ധിച്ച് പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടറുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം എഡിറ്റ് ചെയ്യിപ്പിച്ച്, ഡബ് ചെയ്യിപ്പിച്ച്, മിക്സ് ചെയ്യിപ്പിച്ച്, എഫക്റ്റ് ചെയ്യിപ്പിച്ച്, മ്യൂസിക് ചെയ്യിപ്പിച്ച് എല്ലാം ഇത് ചാനലിന് അയച്ച് ഡയറക്ടറെ അല്ലെങ്കിൽ പ്രൊഡ്യൂസറെ റിപ്പോർട്ട് കൊടുക്കണം. അതാണ് നമ്മുടെ ഇത്. പക്ഷേ നമ്മുടെ കൂടെ എഡിറ്റ് ചെയ്യാൻ വരുന്ന എഡിറ്റർ വേറെ, ചിലപ്പോൾ റഫ് കട്ട് ചെയ്യാൻ എഡിറ്റർ വേറെ ആളെ വെച്ചിരിക്കും. ആ റഫ് കട്ട് ചെയ്ത് കഴിഞ്ഞ് എഡിറ്റർ വരും. അവർക്കെല്ലാം 5 മണിക്കൂർ വെച്ചേ ജോലിയുള്ളൂ. പിന്നെ കഴിഞ്ഞ് റെക്കോർഡിസ്റ്റ് എന്ന് പറഞ്ഞൊരു ആളുണ്ട്. അയാൾ റെക്കോർഡിങ് ഡബ്ബിങ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞേച്ച് മ്യൂസിക് ഡയറക്ടറോട് നമ്മൾ മ്യൂസിക് മേടിക്കണം, പിന്നെ എഫക്റ്റ് മേടിക്കണം, പിന്നെ ഗ്രാഫിക്സ് ഉണ്ടെങ്കിൽ എഡിറ്ററുടെ അടുത്തോട്ട് വരും. ഇത് ഈ സംഭവം മാസ്റ്ററാക്കി എല്ലാം കൊടുത്ത് മിക്സിങ് ചെയ്യുന്ന അത് വേറെ ആളാണ്. അയാൾ ഒരു പോസ്റ്റ് പ്രൊഡക്ഷനെ സംബന്ധിച്ച് ഒരു 10-18 മണിക്കൂർ ഒരു ദിവസം ഒരു എപ്പിസോഡിന് പോക്കാണ്. പക്ഷേ അതിൻ്റേതായ ശമ്പളമുണ്ട്. ഏറ്റവും ശരാശരി ശമ്പളം എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടർക്ക് ഒരു എപ്പിസോഡിന് 2000 രൂപ വെച്ച് ഇന്ന് ഉണ്ട്. ഫുഡും താമസവും എല്ലാം കിട്ടും. അത് ആ ഫെസിലിറ്റി ഉണ്ട്. ചിലർ നമ്മൾ കളിയാക്കി പറയും ബംഗാളി ജോലി എന്നൊക്കെ പറയും. അതൊന്നും കണക്കാക്കണ്ട. കാരണം ഒത്തിരി പഠിക്കാനുണ്ട് അതിൽ നിന്ന്. പക്ഷേ നിങ്ങൾ വിചാരിക്കണം, ഇതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമാണ് സിനിമ. ഇതുമായിട്ട് ഈ സീരിയലുമായിട്ട് എഡിറ്റിങ്ങിലും ഒന്നും ചില എഡിറ്റർമാർ ഡയറക്ടറെ പോലും റഫ് കട്ട് കഴിഞ്ഞ് ഒരു മാസം ഏകദേശം ആകാതെ അങ്ങോട്ട് കയറ്റില്ല. വലിയ വലിയ ഡയറക്ടർമാരെ അങ്ങോട്ട് കയറ്റി അതിനകത്ത് ഒരു അഭിപ്രായം പറയാം. അത് കണ്ടിട്ട് പിന്നെയാണ് ഡയറക്ടർമാർ എന്നുവെച്ചത് കാണുന്നത്. കാരണം അവർക്ക് ക്യൂ ഷീറ്റും റിപ്പോർട്ടും കൊടുത്തു കഴിഞ്ഞാൽ അവർ കൃത്യമായി അത് എഡിറ്റ് ചെയ്ത് അത് വെച്ചിരിക്കും. അത് പിന്നെ അവരുടേതായ സെൻസ് ഉപയോഗിക്കാൻ ഒരു ഡയറക്ടറുടെ സാന്നിധ്യം അവർക്ക് നെഗറ്റീവാകും. ഈ മ്യൂസിക്കിൽ പോലും നമുക്ക് കറക്ഷൻ ഉണ്ടായാലേ പറയാനൊക്കെ ഉള്ളൂ. അത് സീരിയലാണോ അത് കറക്ഷൻ ഉണ്ട് ഇങ്ങനൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ നമ്മൾ ചുമ്മാ ഇടയ്ക്ക് അങ്ങനെ മ്യൂസിക് ചെയ്യും ഇങ്ങനെ മ്യൂസിക് ചെയ്യുന്നൊന്നും പറയാനൊക്കെ അല്ല. എഫക്റ്റ് ചെയ്യുമ്പോഴും അവരുടെ സർഗാത്മകതയ്ക്ക് നമ്മൾ സ്ഥാനം കൊടുത്തേക്കുള്ളൂ. ഇതിനകത്ത് തന്നെ ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പ്രശസ്തരായ ആർട്ടിസ്റ്റിനേക്കാൾ കൂടുതൽ ഇവരെല്ലാം ഡബ് ചെയ്യാൻ വരും. ഒത്തിരി പുതുമുഖങ്ങൾ, കുട്ടികൾ, ഒരുപാട് നല്ലപോലെ അഭിനയിക്കുന്ന ആളുകൾ, നല്ലപോലെ പെർഫോം ചെയ്യുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ മ്യൂസിക് എല്ലാം കൂടെ പോസ്റ്റ് ചെയ്ത് എല്ലാം ചെയ്ത് മിക്സ് ചെയ്ത് ഈ സംഭവങ്ങൾ നമ്മളങ്ങോട്ട് കൊടുക്കുക. അവർ വാങ്ങി വെച്ചേക്കുന്ന മ്യൂസിക്കാണ്. ചെന്നൈയിൽ നിന്നും ബോംബെയിൽ നിന്നൊക്കെ അവർ 1,00,000 രൂപയൊക്കെ കൊടുത്ത് ഒരു സീരിയലിനൊരു 5, 6, 7 മണിക്കൂർ മ്യൂസിക് മേടിച്ചു. അതാണ് ഒരു സീരിയലിന് ഒരേ കാറ്റഗറിയിലുള്ള മ്യൂസിക് പോകുന്നത്. അടുത്ത സീരിയലാകുമ്പോൾ അവർ അടുത്ത് വാങ്ങും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു മ്യൂസിക് ഇത് ചെയ്യുന്നത്. പലരും സ്വന്തമായിട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ജിത്തുവിനൊക്കെ അവാർഡ് കിട്ടിയതൊക്കെ ജിത്തു പല ഇതും സ്വന്തമായിട്ട് ചെയ്താണ് പല സംഭവങ്ങളും ചെയ്യുന്നത്. അങ്ങനെ ഒരു സംഭവങ്ങളാണ്. പിന്നെ ഒത്തിരി ഇപ്പോൾ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഇപ്പം ഫ്രീ ആയിട്ട് ചെയ്യുന്നവരുണ്ട്. ചിലർ പൈസയുള്ള ആർത്തി പിടിച്ച പുതിയ ആൾക്കാരുണ്ട്. അതൊന്നും നമ്മുടെ സബ്ജക്റ്റ് നമുക്ക് നെഗറ്റീവ് പറയേണ്ട ആവശ്യമില്ല. ഇതാണ് ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടർ എന്നുള്ള ഒരു അവസ്ഥ. ഉറക്കമില്ലെന്നേ ഉള്ളൂ. പിന്നെ ബാക്കി 5-8 പേരാണ് ഈ വർക്കുകളെല്ലാം ചെയ്യുന്നത്. പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഒരു ഇതാണ്. പിന്നെ ഒരു എപ്പിസോഡ് പോലും മുടങ്ങാൻ പാടില്ല. ഞങ്ങളുടെയൊക്കെ സീരിയൽ കൊറോണ സമയത്ത് പോലും പെൻഡിങ് ആകാത്ത, പക്ഷേ ചാനലൊരു വിട്ടുവീഴ്ച ചെയ്തു. കേരളത്തിലായിരുന്നു. 23 മിനിറ്റ് വേണ്ടതിന് പകരം അവർ 12.5 മിനിറ്റ് മതി എന്ന് പറഞ്ഞു. കാരണം ആ സമയത്ത് മുടങ്ങാതെ പോയൊരു സീരിയലാണ് സീരിയൽ. അങ്ങനെ പിന്നെ അതിനു മുമ്പ് 15 കൊല്ലം മുമ്പ് തുളസിദാസ് സാറിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിരുന്നു പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടറായിട്ട്. സിന്ദൂരരേഖ എന്നും പറഞ്ഞ പുള്ളി ആദ്യമായിട്ട് ചെയ്യുന്ന സീരിയലാണ്. ആ സീരിയലിൽ കുറേ എപ്പിസോഡ് ഞാൻ ചെയ്തിരുന്നു. അന്നേരം ആ സമയത്ത് ഡബ്ബിങ്ങിന് ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടറും എഡിറ്റിങ്ങിന് വേറൊരാളുമായിരുന്നു ഇരുന്നിരുന്നത്. അപ്പം ഞാൻ കുറച്ച് രണ്ടും കൂടെ നോക്കി. പിന്നെ കുറച്ച് ഡബ്ബിങ് നോക്കി, കുറച്ച് എഡിറ്റിങ് മാത്രം നോക്കി. അതിൻ്റെ ശമ്പളത്തിൻ്റെ വ്യത്യാസമുണ്ട്, വീതിച്ചെടുക്കണം. അപ്പം അന്നേരം നമ്മൾ ടേപ്പിൽ കൊണ്ട് ചാനലിന് കൊടുക്കണം.
അതിപ്പം അന്നത്തെ കാലത്ത് പറഞ്ഞാൽ ഈ ടേപ്പ് ഫ്ലൈറ്റിൽ സൂര്യ TV ആണെങ്കിൽ അന്ന് ചെന്നൈക്ക് അയക്കണം നമ്മളത്. ചെന്നൈക്ക് ഫ്ലൈറ്റിലാണ് ഇത് പോകുന്നത്. കൊറിയർ കൊടുത്താൽ മതി. അതിനുവേണ്ടി അവർക്കറിയാം ഇന്ന ദിവസം ഓരോ കാസറ്റ് വരുമെന്നറിയാം. അങ്ങനെ കൊറിയറിൽ അത് ഫ്ലൈറ്റിൽ പോയി ഇന്ന സമയത്ത് അവിടെ എത്തും. 2 മണിക്കൂർ മുമ്പ് കൊടുക്കണമെന്നേ ഉള്ളായിരുന്നു എപ്പിസോഡ്. ഇപ്പോഴൊന്നുമല്ല, ഒരാഴ്ച മുമ്പ് കൊടുക്കണം. ഇന്നതൊക്കെ മാറി. ഇന്ന് ക്യൂ ഷീറ്റ് പോലും എല്ലാ സംഭവങ്ങളും ചാനലിലേക്ക് അയച്ചു കൊടുത്താൽ മതി. അവർ പണ്ടെന്ന് പറഞ്ഞാൽ അവർ ഇട്ട് നോക്കിയിട്ട് അതിനകത്ത് ഏതെങ്കിലും മ്യൂസിക് റൈറ്റ് അടിക്കുന്നുണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് അവർ ഇട്ട് കാണണമായിരുന്നു. ഇട്ട് കാണാത്ത പല സീരിയലും അന്നേരം പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ എല്ലാ ചാനലിലും എല്ലാം ഭയങ്കര ടെക്നോളജിയായി. അത് കമ്പ്യൂട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ, സിസ്റ്റത്തിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ എവിടെയെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ അത് ബീപ്പ് അടിക്കുന്നത്. അന്നേരം അവർക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ അവിടെ ഇരിപ്പുണ്ട്. ചാനലിൽ ഓരോ സീരിയലിൻ്റെ നോക്കുന്ന ആളുകൾ ഇരിപ്പുണ്ട്. ഒരു 3 സീരിയലിൽ ഒരാളെ ആയിരിക്കും ഏൽപ്പിച്ചേക്കുന്നത്. അങ്ങനെയുള്ള അതിൻ്റെ ഹെഡുകൾ ഇരിപ്പുണ്ട്. അപ്പോൾ അവർ നോക്കിയിട്ട് അവർക്കത് ഒരു സൗണ്ടിന് തന്നെ 22 എന്നുള്ള ഒരിത് മാറിക്കഴിഞ്ഞാൽ അതാണ് കറക്റ്റ് ലെവൽ. അത് മാറിക്കഴിഞ്ഞാൽ അന്നേരം ബീപ്പ് അടിക്കും. അത് ഹൈ ആയിട്ട് കിടന്നാൽ ലോ ആയിട്ട് കിടന്നാലും അത് ബീപ്പ് അടിക്കും. അതൊക്കെ ചാനലിനും അങ്ങനെയുള്ള ഇപ്പോൾ എല്ലാം അയച്ചു കൊടുക്കാം. നമുക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അന്നേരം നെറ്റിലൂടെ അയച്ചു കൊടുത്തേച്ചാൽ അത് അവരുടെ മെയിലെടുത്തേച്ചാൽ അവർക്കത് തിരുതാം. പണ്ട് ഒരു കറക്ഷൻ വന്നാൽ ഇത് മൊത്തം പോകണം. ഇത് മൊത്തം നമ്മൾ പിന്നെ അവിടെ പോയി ഇപ്പോൾ ഒരു ജെയിംസ് ചേട്ടനൊക്കെ അഭിനയിച്ചിരുന്ന നീ ഞാനൊന്നും പറഞ്ഞൊരു സീരിയൽ, അതൊക്കെ എന്തെങ്കിലും ഒരു കറക്ഷൻ വന്നാൽ ജെയിംസ് ചേട്ടൻ പിന്നെ സ്റ്റുഡിയോയിൽ പോകണം. ഇവരൊന്നും വാട്സപ്പിൽ എടുക്കുന്ന വോയിസ് ഒന്നും ചാനലുകാർ ഇടില്ല. ജെയിംസ് ചേട്ടനൊക്കെ പോലുള്ള പല നടന്മാരും അങ്ങനെ പോയിട്ട് അവർ വീണ്ടും ഈ ഷിജു സാറൊക്കെ അവർ വലിയ ആക്ടറാണ്, അത് നല്ല നായകന്. അവരൊക്കെ പോയി വീണ്ടും പോയി അവർക്ക് എറണാകുളത്തൊക്കെ പോയി ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അവർ ചെന്നൈയിലാണ് ചെയ്യുക. പക്ഷെ അന്നേരം അയച്ചു തരാം. മറ്റേന്ന് പറഞ്ഞാൽ ഒരു ഡയലോഗ് മിസ്സായാൽ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നതൊന്നുമല്ല. ഇന്ന് ടെക്നോളജി ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ യൂട്യൂബ് എടുത്താൽ തന്നെ അറിയാം, അല്ലെങ്കിൽ ഗൂഗിൾ എടുത്താൽ ഇന്ന് പലതും നമുക്ക് എടുക്കാം. നമുക്ക് തന്നെ മ്യൂസിക് ചെയ്യാൻ യൂട്യൂബിൽ ഇതുണ്ട്. എന്നാ റൈറ്റ്സ് ഇല്ലാത്ത മ്യൂസിക് എടുക്കുന്ന ലൈബ്രറി ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാം. നമുക്കതൊന്നും റൈറ്റ്സ് അടിക്കില്ല. റൈറ്റ്സ് അടിക്കുന്ന മ്യൂസിക്കുണ്ട്. ഇതൊക്കെ നമുക്ക് ഇന്ന് ഒത്തിരി ഫെസിലിറ്റി ഉണ്ട്. 1 രൂപയില്ലാതെ ചെയ്യാം. ഇത്രയാണ് പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ ഒരു പ്രാഥമിക വിവരങ്ങൾ. നമുക്ക് ബാക്കി അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം. നമസ്കാരം.